ഹലോ മൈ സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ എന്നും ഇടുന്ന പോലത്തെ ഒരു വീഡിയോ അല്ല ഇത്. ഇന്ന് നമ്മൾ ഹിമാലയൻ 450 ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ പോവാണ്. ഈ സെഗ്മെൻറ്റിൽ കുഴപ്പമില്ലാത്ത 2-3 വണ്ടികളുള്ളൂ. അതിനുശേഷം നമ്മൾ ചിലപ്പം BMW GS 310 ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. റോയൽ എൻഫീൽഡ് ഷോറൂമിലാണ് ഇപ്പോൾ ഉള്ളത്. പുതിയ ഹിമാലയൻ 450 ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ വന്നാൽ. വണ്ടീനെ കുറിച്ച് അധികം ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. പക്ഷേ ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിട്ട് അടിപൊളിയാണോ അല്ല എന്നൊക്കെ അപ്പം നോക്കാം. നമുക്ക് വണ്ടി ഓടിച്ചാൽ ഒരു ഫീല് കിട്ടുമല്ലോ. അതിനിപ്പോൾ വണ്ടീനെ കുറിച്ച് വെല്ലിങ്ങനെ അറിയണമെന്നില്ലല്ലോ. എന്തായാലും ഉള്ളിൽ കയറി നോക്കാം. വണ്ടി ഒന്ന് ഉള്ളിൽ കാണുന്നുണ്ട്. ബേസ് മോഡലാണ് കാണുന്നത്. ഇത് നല്ല രസമുള്ള, ഇത് ഏറ്റവും ബേസാണ്. ഇതിൻ്റെ മിലിറ്ററിയാണ് മറ്റേ. അപ്പോൾ ഗൈസ്, നമ്മൾ കയറിയ പാടെ തന്നെ ഹിമാലയൻ്റെ 450 അവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. കാസ ബ്രൗൺ കളർ ബേസ് മോഡൽ. അപ്പോൾ നമ്മൾ ലൈസൻസും നമ്പറൊക്കെ കൊടുത്തിട്ട് സെറ്റാക്കാം ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ വേണ്ടി. അതിന് വേണ്ടി ഒരു അരമണിക്കൂറോളം ഏകദേശം ഇരിക്കേണ്ടി വന്ന് ലാസ്റ്റ് നമുക്ക് കിട്ടി വണ്ടി. അപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് അടിക്കാനുള്ള വണ്ടിയും കാസ ബ്രൗൺ തന്നെ കേട്ടോ. ബ്രോ കാക്ക ചാവി വാങ്ങാൻ പോയതാ. ഹെൽമെറ്റ് എടുക്കുക, ഹെൽമെറ്റ് മുഖ്യമാണ്. പുതിയ ഹിമാലയ 5 കളർ ഓപ്ഷനിലാണ് വരുന്നത്. ഏറ്റവും ടോപ്പിലുള്ള ഹാൻഡിലെ ബ്ലാക്ക്, പിന്നെ കാമറ്റ് വൈറ്റ്, പിന്നെ സ്ലേറ്റ് പോപ്പി ബ്ലൂ, പിന്നെ സ്ലേറ്റ് ഹിമാലയൻ സോൾട്ട്. ലാസ്റ്റ് ഓപ്ഷനാണ് കാസ ബ്രൗൺ. അതിനാണ് ഏറ്റവും വില കുറവ്. വണ്ടീൻ്റെ റേറ്റ് കാസ ബ്രൗൺ മുതൽ ഹാംലെറ്റ് ബ്ലാക്ക് വരെ മാറിക്കൊണ്ടേയിരിക്കും. അത് ഫീച്ചേഴ്സിലൊന്നും ചേഞ്ചസ് ഉണ്ടാവില്ല. വണ്ടീൻ്റെ കളർ അനുസരിച്ച് മാത്രമാണ് റേറ്റിൽ ചേഞ്ചസ് വരുന്നത്. ഓക്കെ, അപ്പോൾ റൈഡിന് പോയിക്കൊണ്ട് സംസാരിക്കാം. ഒരു സാധാരണക്കാരൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു നോർമൽ ബൈക്ക് അല്ലെങ്കിൽ ഒരു നോർമൽ സ്കൂട്ടർ ഓടിക്കുന്ന ആൾക്കാർ നേരെ ഒരു അഡ്വഞ്ചർ ബൈക്കിലേക്ക് പോകുമ്പോൾ എന്ത് ഫീൽ ചെയ്യണം, അതാണ് ഈ വീഡിയോയിലൂടെ പ്രകടമാക്കുന്നത്. വണ്ടിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഓടിക്കലൊക്കെ. ഹാൻഡ്ലിങ് പൊസിഷനും പിന്നെ ഭയങ്കര അപാരമായ വെയിറ്റുമാണ്. അത് ഓടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലെങ്കിലും പക്ഷേ ഒരു പൊസിഷനൊന്നും ഇത്ര സുഖമായിട്ട് തോന്നി. ഞാൻ അവിടെ റോയൽ എൻഫീൽഡിലുള്ള വണ്ടിയിൽ കയറിയിരുന്നപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇത് കുഴപ്പമില്ലാതെ തോന്നുന്നുണ്ട്. വണ്ടി ഓടിക്കാൻ തുടങ്ങിയപ്പോഴാണ് കുറച്ച് ദൂരം ഓടിച്ചു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ക്ലിയർ ഇത് കിട്ടൂല. വലിയ കുഴപ്പമില്ല കേട്ടോ. ഓടിച്ചാൽ മര്യാദയ്ക്ക് ഓടിച്ചോ. ഞാൻ തിരിച്ചൊന്നും ഓടിച്ചോട്ടെ. ഭയങ്കര ഹീറ്റിംഗ് അടിക്കില്ലേ? ഹീറ്റിംഗ് ഉണ്ട്. അതുകൊണ്ടാണ് ഓരോ ഓടിച്ച് വന്നതാണ്. ഓടിച്ച് വന്നാലും റേഡിയേറ്ററൊക്കെ ഉണ്ടില്ല. കയറിപ്പോളൊക്കെ ഉണ്ട്. അതൊക്കെ ഓക്കെ. ഹീറ്റിംഗ് വളരെ ഓവറാണ്. ഭയങ്കരമായിട്ട് കാലിൽ അടിക്കാം. ഇത്ര ഹീറ്റിംഗ് അതൊരു ഇത് വേറെ വണ്ടിയായിട്ട് കമ്പയർ ചെയ്താൽ ഓടിച്ച് നോക്കിയതായിരുന്നു. KTM-ൻ്റെ 390 ഇവിടെ ചൂടടിക്കണ്ടേ കൈ വെക്കുമ്പോൾ. ഹീറ്റിംഗ് ഉണ്ട്. അതിപ്പോൾ 100 ഒരു 50 കിലോമീറ്ററൊക്കെ അടുപ്പിച്ച് ഓടിയാൽ ഇപ്പോൾ എന്ത് ഹീറ്റിംഗ് ഉണ്ടാവുമ്പോൾ ഭയങ്കര ഹെവി ഹീറ്റിംഗാണ്. കാല് പൊള്ളണം. അപ്പോൾ നിങ്ങൾ കേട്ട പോലെ തന്നെ വണ്ടിക്ക് ഹെവി ഹീറ്റിംഗ് ആണ്. നമ്മളൊരു ഉച്ചക്ക് 2 മണിക്കാണ് ഓടിക്കുന്നത്. ഉള്ളിൽ കയറിയിട്ട് നമ്മൾ റോയൽ എൻഫീൽഡിൻ്റെ ഒരു സ്റ്റാഫിനോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് കാലാവസ്ഥ കാരണമാണെന്നാണ്. ഡ്രൈവിൽ നിന്ന് മാറി പില്ലിൻ സീറ്റിലിരിക്കുന്ന എൻ്റെ കാലിലേക്ക് വരെ ചൂടടിക്കുന്നുണ്ടായിരുന്നു. ഹീറ്റിംഗ് ഒഴിവാക്കി വെക്കുകയാണെങ്കിൽ വണ്ടി കുഴപ്പമില്ല, അടിപൊളി പിക്കപ്പാണ്. വണ്ടി തിരിക്കുന്നതിനനുസരിച്ച് അങ്ങോട്ട് കയറിപ്പോവും. സസ്പെൻഷനും കുഴപ്പമില്ല. പക്ഷേ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഹാൻഡ്ലിങ് സ്റ്റാർട്ടിങ് നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ചൊരു ഓവർ വെയിറ്റ് ആയിട്ട് തോന്നും. പിന്നെ സീറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം മോശമില്ലാത്ത സീറ്റിംഗ് ആണ്. ഈ എല്ലാ പോയിൻറ്റ്സും പറയണത് ഞാൻ പിന്നെയും പറയുകയാണ്, നമ്മളൊരു സാധാരണക്കാരൻ, ഒരു നോർമൽ വണ്ടി യൂസ് ചെയ്യുന്ന ആൾക്കാർ ഒരു അഡ്വഞ്ചർ വണ്ടി യൂസ് ചെയ്യുമ്പോൾ കാണുന്ന ചേഞ്ചസ് നമുക്ക് ഫീൽ ചെയ്യണം
കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നത്. വേറെന്താ ഹീറ്റിംഗ് ആണ് മെയിൻ ഇഷ്യൂ. ബാക്കിയൊന്നും കുഴപ്പമില്ല. വേറെ ആദ്യം ഓടിച്ചപ്പോൾ വളയ്ക്കാനും പിടിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ശരിയായി, ഓടിച്ചപ്പോൾ കുറച്ച് സെറ്റായി. പക്ഷെ ഹീറ്റിംഗ് നല്ല ഓവറാണ്. അതിലേക്ക് നല്ലോണം എടുത്തടിക്കുന്നുണ്ട്. ബാക്കിലുള്ള പില്യണിന് വരെ ഹീറ്റിംഗ് അടിക്കും. വണ്ടി ടെസ്റ്റ് ഡ്രൈവ് എടുത്തത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഇവിടുത്തെ ആരോ കൊണ്ടുപോയി പിന്നെ വേറെ ഒരാൾ ടെസ്റ്റ് ഡ്രൈവിൻ്റെ വണ്ടി പിന്നെ ഓടിക്കൊണ്ടേ ഇരിക്കുമല്ലോ. കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു 50-100 കിലോമീറ്റർ ഓടിക്കുമ്പോഴത്തേന് ഹീറ്റിംഗ് അടിച്ച റേഡിയേറ്ററൊക്കെ ഉള്ള വണ്ടിയല്ലേ. അങ്ങനെ ഹീറ്റിംഗ് അടിച്ചാൽ നല്ല ബുദ്ധിമുട്ടാവും. ബാക്കി എന്താ ഇഷ്ടപ്പെട്ട്? അല്ല, യൂട്യൂബിൽ അധികം കാണുന്നത് മറ്റേ നല്ല പോസിറ്റീവ് റിവ്യൂസ് ആണ്. 75%. എനിക്കൊരു 50% ഇഷ്ടപ്പെടുന്നുള്ളൂ. ടോപ്പ് എന്ന് പറയാം. എൻ്റെ അടുത്തുള്ള വണ്ടി ഓലായതുകൊണ്ട് അതിന്റെ കംഫർട്ടൊന്നും അതിനില്ല. ബുക്ക് ചെയ്യില്ല. അപ്പോൾ ഞാൻ ഉറപ്പിച്ചിട്ടില്ല. വേറെ വണ്ടികളോട് ഒന്ന് നോക്കണം. വേറെ ഒരാള് നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് നമ്മള് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയാൽ BMW ഒക്കെ ഒന്ന് നോക്കാണ്ട്. അങ്ങനെ നമ്മൾ റോയൽ എൻഫീൽഡ് ഹിമാലയൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിന് ശേഷം നേരെ BMW GS 310 ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കോഴിക്കോട് അത്താണിക്കലുള്ള ഷോറൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഹിമാലയനെ കുറിച്ചുള്ളൊരു റിവ്യൂ പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി ഒരു 50-50 ആയിട്ടാണ് ഇഷ്ടപ്പെട്ടത്. ഇക്കാക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഓരോ അഭിപ്രായങ്ങളാണ്. പിന്നെ അതുമല്ല, നമ്മൾ ഹിമാലയൻ മാത്രമാണ് ഇപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത്. അതിൻ്റെ അതേ സെഗ്മെൻറ്റിൽ വരുന്ന അഡ്വഞ്ചർ സെഗ്മെൻറ്റിൽ വരുന്ന GS 310 KTM-ൻ്റെ 390 അഡ്വഞ്ചറൊക്കെ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഇപ്പം നേരെ നമ്മൾ 310 ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം എന്താണ് ആ വണ്ടി ഓടിച്ചിട്ട് നമുക്ക് എന്താ ഫീൽ ചെയ്യണമെന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കാം. BMW ഷോറൂമിലേക്ക് കയറിയ പാടന്നെ കാണുന്നത് നമ്മൾ BMW R1250 GS ആണ്. അജാതി വണ്ടിയൊക്കെ നമ്മളെപ്പോലത്തെ ആൾക്കാർ എപ്പോൾ എടുക്കാനാ? അങ്ങനെ നമ്മൾ നോക്കാൻ വന്ന 310 GS അവിടെ ഡിസ്പ്ലേ തന്നെ ഉണ്ടായിരുന്നു. അപ്പം വണ്ടിയിലൊന്ന് കയറി നോക്കാമെന്നൊക്കെ വിചാരിച്ച് ബ്രദർ അതിൽ കയറിയിരുന്ന് ഫുള്ളും ചെക്ക് ചെയ്യുന്നുണ്ട്. അതിലെന്തെല്ലാം ഉണ്ടല്ലേ? അതിൽ ഫോർ റൈഡിങ് മോഡ്സ് വരുന്നുണ്ട്. ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമലി അതായത് ഫീച്ചേഴ്സ് വൈസ് ഇപ്പം ഇതിൽ നമുക്ക് എന്താ പറയുക പെർഫോമൻസ്. അങ്ങനെ ഒടുവിൽ നമ്മളെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനുള്ള വണ്ടി എത്തിയിട്ടോ. റെഡ് കളറാണ്, റെഡ് ആൻഡ് ബ്ലാക്ക്. അവിടെ ഷോറൂമിലുള്ള വണ്ടിയാണ് കുറച്ചും കൂടി ഭംഗി എനിക്ക് പേഴ്സണലി തോന്നി. എന്തായാലും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനല്ലേ. പിന്നെ ഈ വണ്ടിക്ക് TC ബോർഡ് അതിനെ കൊണ്ട് അറ്റ് എ ടൈം ഒരാൾക്കേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ബ്രദർ പോയി വന്നിട്ട് ബ്രദറിൻ്റെ അഭിപ്രായം പറയട്ടെ. വണ്ടി അടിപൊളിയാണ്. ഹിമാലയനൊക്കെ ഓടിച്ചിട്ട് ഇത് എന്ന് പറഞ്ഞാൽ വേറെ തന്നെ. അത് ചെറിയ എഞ്ചിനൊക്കെ ആണെങ്കിലും അടിപൊളി. ഒരു വൈബ്രേഷൻ ഇല്ല, ഒരു ഹീറ്റിംഗ് ഇല്ല. സിറ്റിംഗ് പോസ്റ്ററൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഇതിൽ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് അടിപൊളി സാധനം. പക്ഷേ പൈസ കൊടുത്തിട്ട് റിവ്യൂ അറിയണ പോലെ. പൈസ കൊടുത്തിട്ട് റിവ്യൂ ആളുകൾ എന്താ വിചാരിച്ചോട്ടെ. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു, ഹിമാലയനെ ഓടിച്ചിട്ട് എനിക്ക് അത്ര പറ്റിയില്ല. അങ്ങനെ ഇക്കാക്ക ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് ഇക്കാക്കൻ്റെ അഭിപ്രായം പറഞ്ഞു. ഇനി ഞാൻ പോയിട്ട് വണ്ടി ഓടിച്ചിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ചിട്ട് പറയാം. GS 310 BMW വണ്ടി നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ പോയിട്ട് ഇപ്പം വണ്ടി എടുത്ത് കൊണ്ടുവന്ന് ഒന്ന് റൈഡ് അടിച്ചിട്ട് ഒന്ന് ഫ്രീ സ്പേസ് കിട്ടിയപ്പോൾ നിർത്തിയതാണ്. വണ്ടി അടിപൊളിയാണ്, ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. ഒന്ന് ഓടിച്ച് അധികം ദൂരം ഓടിക്കാൻ കഴിഞ്ഞിട്ടില്ല. മറ്റേ ടെസ്റ്റ് ഡ്രൈവ് ആണല്ലോ, അപ്പോൾ അതിനുള്ള ടൈം ലിമിറ്റൊക്കെ ഉണ്ട്. 10-15 മിനിറ്റ് കിട്ടിയിട്ടുള്ളൂ. അതിൻ്റെ ഉള്ളിലൊന്ന് ജസ്റ്റ് ഫ്രീ സ്പേസ് കിട്ടിയപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാണ്. എന്തായാലും അപാര വണ്ടിയാണ്. കുഴപ്പമില്ലാത്ത പവർ ഡെലിവറി ഒക്കെ ഉണ്ട്. പിന്നെന്താണ്, സസ്പെൻഷന് കുഴപ്പമില്ല, ഹീറ്റിംഗ് ഇഷ്യൂസ് ഇല്ല, വൈബ്രേഷൻസ് ഇല്ല. മൊത്തത്തിലൊരു കംപ്ലീറ്റ് വണ്ടിയായിട്ടാണ് തോന്നുന്നത്. എക്സോസ്റ്റിൻ്റെ സൗണ്ടൊന്ന് കേൾപ്പിച്ചു തരാം.
കുഴപ്പമില്ല, ഒരു വൈബുണ്ട്. എന്തായാലും ഇനി തിരിച്ചു പോവാം ഷോറൂമിലേക്ക്. കോഴിക്കോട് ഷോറൂം കേട്ടോ, കോഴിക്കോട് പാവങ്ങാടിൻ്റെ അടുത്തുള്ള. വണ്ടി ഓടിക്കുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. എൻ്റെ ബ്രദർ ഉണ്ട് ഇതിനൊപ്പം. പക്ഷെ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് അടിക്കുമ്പോൾ പില്ലിന് സീറ്റ് കിട്ടൂല, നമ്മൾ സിംഗിളായിട്ടേ പോകാൻ പറ്റുള്ളൂ. അതിനെക്കൊണ്ട് വണ്ടി ഓടിക്കുമ്പോൾ എക്സ്പീരിയൻസ് അപ്പം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷെയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഓടിച്ച് ഇപ്പോൾ ഏകദേശം 3-4 കിലോമീറ്റർ ഓടിച്ചിട്ടേ ഉള്ളൂ. അതൊരു ഓടിക്കലല്ല, പക്ഷേ ഇതിൽ തന്നെ നമുക്കൊരു ഇമ്പ്രഷൻ ഫീൽ ചെയ്യല്ലോ. അത് ആ ഫസ്റ്റ് ഇമ്പ്രഷൻ ഈ വണ്ടിയിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അപ്പോൾ BMW ഇഷ്ടമായത്. BMW ഇഷ്ടമായത് BMW എന്ന് പറഞ്ഞാൽ ഹിമാലയൻ ഒരു 50 ആണെങ്കിൽ BMW 90% ഇഷ്ടമായി. ഒരു 10% എന്ന് പറഞ്ഞാൽ ഹിമാലയന് ബൾക്കിനെസ് നല്ല രസമുണ്ട് കാണാൻ. വണ്ടി കാണാൻ ലുക്ക് ഹിമാലയൻ. ഇത് കുറച്ച് കുട്ടി വണ്ടി, പവറും അതൊക്കെ കൂടുതലായി. പവറും അത് കൂടുതലുണ്ട്. ഇതൊരു കുറച്ച് കുട്ടി വണ്ടി പോലെ. അപ്പോൾ 4,20,000 രൂപ കൊടുത്തിട്ട് ഹിമാലയനെക്കാട്ടിൽ 20-30 രൂപ കൂടുതൽ കൊടുക്കണം. ബ്രാൻഡ് വാല്യൂവിൻ്റെ ആ റേറ്റ് കൊടുത്തിട്ട് ഇത് കുറച്ച് കുട്ടി വണ്ടിയാണ്. പക്ഷേ BMW എന്ന് പറഞ്ഞാൽ ലോഗോ കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ട്. പിന്നെ അടിപൊളി വണ്ടിയാണ്, അതിലൊരു സംശയമില്ല. ഹിമാലയനെക്കാട്ട് എത്രയോ മടങ്ങ് ബെറ്ററാണ് റൈഡിങ് കംഫർട്ട്. പിന്നെ നമ്മൾ കൊണ്ടുപോകാൻ ഹീറ്റിംഗ് ഇല്ല, വൈബ്രേഷനും വളരെ കുറവാണ്. നമ്മൾ സാധാരണക്കാരൻ എന്ന നിലയ്ക്ക് നമ്മൾ വളരെ തൃപ്തരാണ്. ഇപ്പോൾ ഓടിച്ചിട്ട് നമ്മൾ എടുക്കാൻ പോകുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഹിമാലയനെക്കാട്ടും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള വണ്ടിയാണ്. അങ്ങനെ നമ്മൾ ഷോറൂമിൽ നിന്ന് ഇറങ്ങി തിരിച്ചു പോവാണ്. അപ്പോൾ നമ്മളിന്ന് 2 വണ്ടി ഓടിച്ച്, ഹിമാലയൻ 450 അതേമാതിരി GS 310. 2 വണ്ടിയിൽ 2 ആക്കും. എനിക്കും ബ്രദറിനും ഇഷ്ടമായത് GS 310 ആണ്. എല്ലാവർക്കും ഓരോ അഭിപ്രായങ്ങളായിരിക്കും. ചിലവർക്ക് ഹിമാലയൻ ആയിരിക്കും ഇഷ്ടപ്പെടുക. പക്ഷേ ആരും ഒരു ഷോറൂമിൽ പോയി മറ്റൊരു ഷോറൂം വിസിറ്റ് ചെയ്യാതെ, അതേ സെഗ്മെൻറ്റിലുള്ള വേറെ വണ്ടികൾ റൈഡ് ചെയ്യാതെ ഒരു കൺക്ലൂഷനിൽ എത്തരുത്. മാക്സിമം ഒരു ദിവസത്തിൽ തന്നെ നമ്മൾ ഏതൊക്കെ ഓപ്ഷൻസ് ഇട്ടിട്ടുണ്ട് ആ വണ്ടികളെല്ലാം കവർ ചെയ്യുക. അപ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റി ഡിഫറൻസ് മനസ്സിലാവുള്ളൂ. അല്ലാതെ ഡിഫറെൻറ്റ് ഡേയ്സിൽ പോകുമ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ക്വാളിറ്റി ഡിഫറൻസ് കിട്ടില്ല. പിന്നെ ബാക്കിയുള്ള യൂട്യൂബ്സിൻ്റെ പോലെ ഒരു 500 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ 1000 കിലോമീറ്റേഴ്സ് വണ്ടി ഓടിച്ചിട്ട് കയ്യിൽ വെച്ചിട്ടുള്ള റിവ്യൂ അല്ല അത്. ഇത് നമ്മൾ ഒരു സാധാരണക്കാരൻ ആരാണെങ്കിലും ഒരു വണ്ടി എടുക്കാൻ പോകുമ്പോൾ കയ്യിലുണ്ടാവില്ല വണ്ടി. ഒരു ടെസ്റ്റ് ഡ്രൈവേ നമുക്ക് കിട്ടുള്ളൂ. ആ ഒരു ടെസ്റ്റ് ഡ്രൈവിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യണത്. ഹിമാലയൻ്റെ ഓൺ റോഡ് റേറ്റ് ഏകദേശം 4 ലക്ഷം ടോപ്പ് വേരിയൻറ്റിനും, അതേമാതിരി GS 310 റേറ്റ് 420-430 ഉള്ളിലാണ് വരുന്നത്. അപ്പോൾ ഈ 2 വണ്ടിയിലും എനിക്ക് കൺക്ലൂഷനിൽ എത്താൻ പറ്റിയത്, ഒരു 4 ലക്ഷം കൊടുത്ത് വണ്ടി എടുക്കുമ്പോൾ അതിൻ്റെ റോഡ് പ്രസൻസ് ബൾക്കിനെസ് ഒക്കെ കിട്ടണമെങ്കിൽ 110% ഹിമാലയനാണ് ബെറ്റർ. അതേപോലെ വണ്ടിൻ്റെ പവറും ബെറ്റർ ഹിമാലയനാണ് BMWനെ അപേക്ഷിച്ചു. അതേസമയം റൈഡിങ് ക്വാളിറ്റി, സസ്പെൻഷൻ എല്ലാം ബെറ്റർ BMWൻ്റെ GS 310. ഹിമാലയനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പവർ ഇത്തിരി കമ്മിയാണ്, പിന്നെ സൈസും ഇത്തിരി കമ്മിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.